ഇങ്ങനെയാ ഇവര് പഠിപ്പിക്കുന്നത്. ഇസ്ലാമല്ല റബ്ബിന്റെ പ്രതിഫലം മാത്രം മോഹിച്ചുകൊണ്ട് ചൊല്ലേണ്ടുന്ന ഇബാദത്താണ്. 1-ന് 10 പ്രതിഫലമാണ് അള്ളാഹുവിന്റെ റസൂൽ അതിനെക്കുറിച്ച് നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. ഒരു സ്വലാത്ത് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് 10 ഗുണം ചൊരിഞ്ഞു തരും. അതിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നു. ധാരാളമായി നേതാവിന്റെ മഹത്വങ്ങൾ അറിയണം. ആ നേതാവ് പഠിപ്പിച്ചതുപോലെ ജീവിക്കണം. അവിടുന്ന് പഠിപ്പിച്ച ആദർശമനുസരിച്ചൊരു മുസ്ലിം ജീവിക്കുമ്പോൾ അവന്റെ കണ്ണുകളെ അവൻ സൂക്ഷിക്കും. വീടുകളിലൊക്കെ സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വീടുകൾ സിനിമാ ഹാളുകളായി മാറരുത്. സീരിയലുകളും സിനിമകളുടെയും കേന്ദ്രങ്ങളായി നിങ്ങളുടെ വീടുകൾ മാറരുത്. ഒരു സിനിമയും വേണ്ട, ഒരു സീരിയലുകളും വേണ്ട, ഒരു ഡാൻസുകളും നിങ്ങൾ കാണണ്ട. അതേ ഷോപ്പിങ്ങിന് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ വസ്ത്രം നന്നായിരിക്കണം. ഇസ്ലാമികമായ വേഷം ധരിച്ചുകൊണ്ടല്ലാതെ അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങരുത്. ഷോപ്പുകളിൽ കറങ്ങാൻ, മാർക്കറ്റുകളിൽ കറങ്ങാൻ, അതേ പലരോടും കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കാൻ, ദീർഘനേരം പല രൂപത്തിലുള്ള അനാവശ്യമായ സംസാരങ്ങളിലും എത്തിപ്പെട്ടുകൊണ്ട് ഒളിച്ചോട്ടങ്ങളും, അതേ വീടുകളിലെ ദാമ്പത്യ തകർച്ചകളും, രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള അകൽച്ചകളും, അയൽവാസി ബന്ധങ്ങളുമൊക്കെ തട്ടിത്തകരുന്ന ഒരു കാലഘട്ടമാണ്. സമാധാനം തകരുകയാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ, ഭാര്യാഭർത്താക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകരുകയാണ്. അത്തരത്തിലുള്ള തകർച്ചയിലേക്ക് വഴിവെക്കുന്ന എല്ലാവിധത്തിലുള്ള തോന്നിവാസങ്ങളോടും വിട പറയണം. ലഹരിയുടെ ലോകമാണ്, മയക്കുമരുന്നിന്റെ ലോകമാണ്, അശ്ലീലതകളുടെ ലോകമാണ്, സ്വതന്ത്ര സെക്സുകൾ പ്രചരിപ്പിക്കുന്ന നെറ്റിന്റെ ലോകമാണ്, മൊബൈലുകളിലെ ബ്ലൂടൂത്തുകളിലൂടെ അനാവശ്യങ്ങൾ മെസ്സേജ് നൽകപ്പെടുന്ന ലോകമാണ്, ചാറ്റിംഗിലൂടെ ചീറ്റിംഗിൽ അകപ്പെടുന്ന ലോകമാണ്, വൃത്തികേടിന്റെ ലോകമാണ്. സൂക്ഷിച്ചോളണം പ്രിയമുള്ളവരെ. എല്ലാവർക്കും പോയി നിൽക്കാനുള്ള പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ വേണം. അവിടെയാണ് സമാധാനം നമുക്ക് നൽകപ്പെടേണ്ടത്. അവിടെയാണ് രക്ഷ നമുക്ക് ലഭിക്കപ്പെടേണ്ടത്. ആ ബോധത്തോടുകൂടി നമ്മൾ അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെയും ശരിക്കും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് പഠിക്കണം. ഹദീസുകൾ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് പഠിക്കണം. അത് മനസ്സിലാക്കുവാനുള്ള വേദികൾ, വെള്ളിയാഴ്ചകളിലെ ജുമുഅ ഖുതുബകൾ, പ്രാദേശിക ഭാഷകളിൽ നടത്തപ്പെടുന്ന ജുമുഅ ഖുതുബകൾ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ളതാണ്. ജുമുഅ ഖുതുബകൾ അതിലൂടെ ദീന് പഠിക്കണം. ഖുർആൻ ക്ലാസുകൾ, ഹദീസ് ക്ലാസുകൾ, അതുപോലെ തന്നെ സഹോദരിമാരും അത്തരത്തിലുള്ള വേദികളിൽ പോയിക്കൊണ്ട് ദീനിന്റെ ശരിയായ യഥാർത്ഥത്തിലുള്ള എന്താണ് ആദർശങ്ങളെങ്കിൽ അത് ശരിക്കും മനസ്സിലാക്കി പഠിച്ച് ജീവിതത്തിൽ പകർത്തി സന്താനങ്ങളെ ആ പാതയിലേക്ക് തന്നെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് പരലോകമോക്ഷം നേടേണ്ടതുണ്ട്. ആ സന്ദേശമായിരുന്നു ഇവിടെ ഇതുവരെയും പ്രദർശിപ്പിച്ച ഈ പ്രദർശന നഗരിയിലൂടെ നിങ്ങളുടെ മുമ്പാകെ ഉയർത്തി കാണിച്ചത്. സർവശക്തനായ നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ഒരുപാട് രോഗികൾ, അവരിൽ വൃദ്ധന്മാരുണ്ട്, പ്രായമില്ലാത്തവരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. ആസ്പത്രികളിലും വീടുകളിലുമൊക്കെയായി രോഗം കാരണമായി വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ഉമ്മമാരുണ്ട്. വളരെയേറെ പ്രായം ചെന്ന ഒരുപാട് വൃദ്ധകളായ മാതാക്കളുണ്ട്, പിതാക്കളുണ്ട്, അരുമ സന്താനങ്ങളുണ്ട്, മക്കളുണ്ട്. എല്ലാവർക്കും അല്ലാഹുവേ നീ ശിഫ നൽകണമേ. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നീ ഞങ്ങളിൽ എപ്പോഴും വർഷിക്കണമേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ. സഹിക്കാനാവാത്ത ആപത്തുകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ. ഏത് സന്ദർഭത്തിലും ഇസ്ലാമിന്റെ ആദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.